അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം സൗദാമിനി അമ്മയെ കൈതക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അവിടെ വന്നപാടെ തന്നെ അലീന ഓടിച്ചെന്ന് മുത്തശ്ശി എന്ന് വിളിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, "മുത്തശ്ശി എങ്ങനെയുണ്ട് മുത്തശ്ശി? എത്ര നാളായി മുത്തശ്ശിയെ കണ്ടിട്ട്? അവിടെ സുഖമായിരുന്നോ മുത്തശ്ശി?" എന്നൊക്കെ ചോദിക്കുമ്പോൾ സൗദാമിനി അമ്മ അലീനയോട് ഒന്നും സംസാരിക്കാതെയാണ് റൂമിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടമാവുന്നുണ്ട്. അലീന ഓടിച്ചെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്, "എന്തേ മുത്തശ്ശി എന്നോട് എത്ര ദേഷ്യം കാണിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മുത്തശ്ശിയെന്ന്." ആ സമയത്ത് അവർ പറയുന്നുണ്ട്, "നീയല്ലേ അലീന എല്ലാത്തിനും കാരണം? ബാലചന്ദ്രനും വൈജയും തമ്മിൽ എത്ര നന്നായിട്ട് ഒരു വഴക്കുമില്ലാതെ സ്നേഹത്തോടെ ജീവിച്ചവരായിരുന്നു. നീ വന്നതിന് ശേഷം മാത്രമല്ലേ അവർ തമ്മിൽ ഇത്രയും വഴക്കും ഇപ്പോൾ തെറ്റിപ്പിരിയാൻ തന്നെ കാരണം?" എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, "അയ്യോ മുത്തശ്ശി, ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഞാൻ മുത്തശ്ശി എങ്ങനെയാണോ നോക്കാൻ വേണ്ടി വന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്" എന്ന്. ആ സമയത്ത് സബുദാമിനി അമ്മ പറയുന്നുണ്ട്, "ബാലചന്ദ്രൻ്റെ മകളല്ലേ നീ ഇപ്പോൾ? അപ്പോൾ നീ ഇനി പണ്ടത്തെ പോലെ ഇവിടെ വീട്ടുവേലക്കാരിയായിട്ട് നിൽക്കാനാണോ നിൻ്റെ ഭാവം? ബാലചന്ദ്രൻ നിന്നെ അങ്ങനെയല്ലേ നോക്കുന്നത് മോളായിട്ട്? നീ ഇനി ഇവിടുത്തെ വേലക്കാരിയാണോ?" എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, "അയ്യോ മുത്തശ്ശി, എന്നെ അങ്ങനെയൊന്നും കാണരുതേ. പണ്ട് ഞാൻ മുത്തശ്ശിയെ നോക്കാൻ വന്ന അതുപോലെ തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. അല്ലാതെ ഇവിടുത്തെ അച്ഛൻ്റെ മകളാണെന്നോ ഇവിടുത്തെ അധികാരമോ ഒന്നും എനിക്ക് വേണ്ട. ഇവിടുത്തെ ഒരു വീട്ടുവേലക്കാരി എന്നുള്ളൊരു പരിഗണന മാത്രം എനിക്ക് തന്നാൽ മതി. മുത്തശ്ശി കൂടെ എന്നോട് ദേഷ്യം കാണിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് മുത്തശ്ശിയെന്ന്." എന്നിട്ടും അവർ മുഖം കൊടുക്കാതെ തന്നെ വളരെ ദേഷ്യത്തോടു കൂടിയാണ് അലീനയോട് സംസാരിക്കുന്നത്. ആ സമയത്ത് അലീനയോട് ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കേട്ട് ബാലചന്ദ്രൻ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ബാലചന്ദ്രന് വല്ലാത്ത ദേഷ്യം വന്ന കതവ് തുറന്നിട്ട് സൗദാമിനി അമ്മയോട് സംസാരിക്കുന്നുണ്ട്. "നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവളോട് നിങ്ങൾക്ക് ദേഷ്യമാണെന്നോ? ഈ ഒരു പാവം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കുറേ നാളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് കിടന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ എന്താ പറഞ്ഞത്? വൈജയന്തിയും ഞാനും തമ്മിൽ പിരിയാൻ കാരണം അലീനയാണെന്നോ? നിങ്ങൾക്കിത് എങ്ങനെ പറയാൻ തോന്നി? കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ?" എന്ന് പറയുമ്പോൾ സൗദാമിനി അമ്മ പറയുന്നുണ്ട്, "എന്നോട് ഗംഗാധരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു" എന്ന്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? നിങ്ങളുടെ മക്കൾ 3 പേരും കൂടെ എന്നോട് ആ മറച്ചു വെച്ച സത്യങ്ങൾ എന്താണെന്നുള്ള കാര്യം, നിങ്ങൾ 3 മക്കളും നിങ്ങളുടെ ഭർത്താവും കൂടെ എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ എടുത്തടിച്ചതുപോലെ അവരോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് സൗദാമിനി അമ്മ പറയുന്നുണ്ട്, "ബാലചന്ദ്ര, ഞാൻ നിൻ്റെ ഭാര്യയുടെ അമ്മയാണ്. നീ എന്നോടാണോ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത്?" എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, "നിങ്ങൾ അലീനയെക്കുറിച്ച് എന്താ പറഞ്ഞത്? എന്നിട്ട് ഞാൻ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുന്നോ? ഇനി മേലാൽ അവളെ പറ്റി അങ്ങനെ ഒന്നും പറയരുത്." അപ്പോൾ സൗദാമിനി അമ്മ ആ സമയത്ത് പറയുന്നുണ്ട്, "നിൻ്റെ മകളല്ലേ അലീന? ഞാൻ അവളെ അംഗീകരിച്ചു കഴിഞ്ഞു. അല്ലാതെ ഇനി എന്ത് വഴിയാണുള്ളത്? അപ്പോൾ നീയും എൻ്റെ മോളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ബാലചന്ദ്ര? നീ കല്യാണത്തിന് മുമ്പ് മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ച് അവളിലൊരു കുഞ്ഞുണ്ടായി. എൻ്റെ വൈജയ്ക്കും പണ്ട് അവൾ പഠിച്ചിരുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് അവളൊരു പുരുഷനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അവൻ ചതിച്ചിട്ട് പോയി. അവൾക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞും ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ കഴിയാമെന്നൊക്കെ ആയിരുന്നു വൈജ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൾ സ്നേഹിച്ച ആ പുരുഷൻ അവളെയും ചതിച്ചിട്ട് എവിടെയൊക്കെയോ കടന്നു കളഞ്ഞു. ആ സമയത്ത് അവൾ പൂർണ്ണ ഗർഭിണിയുമായിരുന്നു. അത് അവൾ പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞ് പ്രസവത്തോടെ തന്നെ മരിച്ചും പോയി. ഇല്ലായിരുന്നെങ്കിൽ അവൾ ആ കുഞ്ഞിനെയും നോക്കി സന്തോഷത്തോടെ ജീവിച്ചേനെ. അവൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, കരഞ്ഞു പറഞ്ഞു, അവൾക്ക് മറ്റൊരു വിവാഹം വേണ്ട, ആ കുഞ്ഞിനെയും നോക്കി അവൾ ജീവിച്ചു കൊള്ളാമെന്ന്. പക്ഷേ അവളുടെ 3 സഹോദരങ്ങളും അവളുടെ അച്ഛനും കൂടെ അവൾ ഒരുപാട് നിർബന്ധിച്ചു. ആ കുഞ്ഞ് മരിച്ചുപോയി എന്നും ഇനി നിനക്ക് മറ്റൊരു ജീവിതം വേണമെന്നും പറഞ്ഞ് അവളെ ഒരു കല്യാണത്തിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. അല്ലാതെ മറ്റാരെയും അവൾ ചതിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, "നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? മകളുടെ അവിഹിത കഥ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? അതും അവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനോട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചിട്ടല്ലേ ആ ഒരു മുതലിനെ എൻ്റെ തലയിലേക്ക് നിങ്ങൾ കെട്ടിവെച്ചു തന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? മകളുടെ അവിഹിത കഥ, മകൾക്കൊരു കുട്ടിയുണ്ടായെന്നും അതൊക്കെ ഇപ്പോഴത്തെ ഭർത്താവായ എന്നോട് പറയുന്നു.
ഞാൻ അന്ന് അവൾ അത്രയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ അവൾ ഇങ്ങനെ മറ്റൊരു പുരുഷനെയും സ്നേഹിച്ച് അതിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ താലി അണിയാൻ വേണ്ടിയിട്ട് അവൾ തല കുനിച്ചു തന്നു. എന്നിട്ട് 22 വർഷം ഞാൻ അവളെ അടിമയെ പോലെയാണ് ഞാൻ ഇവിടെ കഴിഞ്ഞത്. അവൾ എന്തൊരു അധികാരമാണ് കാണിച്ചിരുന്നത്. ഇത്രയും കള്ളം ഉള്ളിലൊതുക്കി അവൾ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പൊട്ടനാക്കി. എന്നിട്ട് ഏതോ ഒരു വെഴുപ്പിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു തന്നു. എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യ. അതിൻ്റെ എല്ലാം ഫലം നിങ്ങൾ അനുഭവിക്കണം. ഈ പാവപ്പെട്ടവനെ ചതിച്ചതിൻ്റെ ഫലം, നിങ്ങളുടെ മകൾ ഇങ്ങനെ ഉരുകി ഉരുകി തീരുന്നതിൻ്റെ ഇതെല്ലാം നിങ്ങൾ കാണണം. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ടിട്ട് വേണം നിങ്ങൾ മരിക്കാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് സൗദാമിനി അമ്മയ്ക്ക് വല്ലാത്ത അങ്ങ് സങ്കടമാവുന്നുണ്ട്. ബാലചന്ദ്ര, അങ്ങനെയൊന്നും പറയരുതേ ബാലചന്ദ്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എങ്ങനെ പറയാതിരിക്കും, പണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടുവേലക്കാരനായിരുന്നു. അന്നു മുതലേ എനിക്ക് വൈജിയെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാനൊരു പാവപ്പെട്ടവനാണ് എന്ന് കരുതിയിട്ട് അന്ന് ഞാൻ അവളെ വിവാഹം ആലോചിച്ചു വന്ന സമയത്ത് എന്നെ ആട്ടി ഓട്ടിച്ചു. ആ ഒരു വാശിക്കാണ് ഞാൻ വിദേശത്ത് പോയതും അവിടെ ആവശ്യത്തിലധികം സ്വത്ത് സമ്പാദിച്ചതുമെല്ലാം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച ആ ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്ന് പെണ്ണാലോചിച്ചതും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം ഇവൻ്റെ തലയിൽ എങ്ങനെയെങ്കിലും അവളെ കെട്ടിവെക്കണമെന്ന വിചാരത്തിലാണ് വൈജയെ നിങ്ങൾ എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ 3 മക്കളും നിങ്ങളുടെ ഭർത്താവും കൂടെ. അതുകൊണ്ട് ഞാനിപ്പോൾ അവളെ അവഗണിക്കുന്നതിലും അവളോട് ദേഷ്യം കാണിക്കുന്നതിലും യാതൊരു കുറ്റവുമില്ല, യാതൊരു തെറ്റുമില്ല. അവൾ അതെല്ലാം അർഹിക്കുന്നുമുണ്ട്. അവൾ ഇത്രയും നാളും ഇവിടെ എന്തായിരുന്നു പ്രഹസനം കാണിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും അവൾ എന്നെ ചതിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വച്ചിട്ട് അവൾ എന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ മകൻ ഗംഗാധര മേനോൻ എന്താണ്, റിട്ടയേർഡ് കേണൽ, എന്താണ് നിങ്ങളോട് വന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സൗദാമിനി അമ്മ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു ബാലചന്ദ്ര, എൻ്റെ വൈജ കല്യാണത്തിന് മുമ്പ് മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകിയെന്നുള്ള കാര്യം നീ അറിഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിലാണ് ഇങ്ങനെ നീ ഇവിടെ കിടന്ന് അവളുമായിട്ട് ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഗംഗാധര മേനോൻ വേറൊരു കാര്യവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ദേഷ്യം കാണിക്കുന്നതെന്നാണ് പറഞ്ഞതല്ലേ? എങ്കിൽ ഞാനിപ്പോൾ മറ്റൊരു കാര്യവും കൂടെ നിങ്ങളെ അറിയിക്കാം. അതും കൂടെ കേട്ടിട്ട് നിങ്ങൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന്. അതിനുശേഷം അലീനയും ബാലചന്ദ്രനും സൗദാമിനി അമ്മയും മാത്രം റൂമിൽ നിൽക്കെ ബാലചന്ദ്രൻ കഥകടച്ചതിന് ശേഷം സൗദാമിനി അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ സമയത്ത് സൗദാമിനി അമ്മ പറയുന്നുണ്ട്, പണ്ട് എൻ്റെ വൈജ ഇരുന്നത് പോലെ ഇരിക്കുന്നു. ഞാൻ ആദ്യം അലീനയെ കണ്ട സമയത്തെ മനസ്സിൽ വിചാരിച്ചതാണ് എൻ്റെ വൈജ ഈ ഒരു പ്രായത്തിൽ ഇതുപോലെയാണ് ഇരുന്നത്. പക്ഷെ അവൾ കുറച്ചുകൂടെ പൊക്കമുണ്ടായിരുന്നു, ബാക്കി മുഖമെല്ലാം ഇതുപോലെ തന്നെയാണ് എന്ന്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ വൈജ ഇതുപോലെയാണ് ഇരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വേറൊന്നും തോന്നുന്നില്ലേ എന്ന് പറയുമ്പോൾ സൗദാമിനി അമ്മ പറയുന്നുണ്ട്, എനിക്ക് പിന്നെ വേറെ എന്ത് തോന്നാനാണ് ബാലചന്ദ്ര, എനിക്ക് എൻ്റെ വൈജ ഇരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്, അല്ലാതെ പിന്നെ ഇനി മറ്റെന്ത് തോന്നാനാണ്? അപ്പോൾ എടുത്തടിച്ചതുപോലെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ പേരക്കുട്ടിയാണ് എന്ന്. അപ്പോൾ എൻ്റെ പേരക്കുട്ടിയോ? നീ എന്താ ബാലചന്ദ്ര പറയുന്നത്? നിൻ്റെ മക്കൾ എൻ്റെ പേരക്കുട്ടി തന്നെയാണ്. നിനക്ക് 4 മക്കളുണ്ടെന്ന് പറയുന്നു. അലീനയും ഞാൻ അങ്ങനെ ആയിട്ടേ ഇപ്പോൾ കാണുന്നുള്ളൂ. അല്ലാതെ എൻ്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൾ പ്രസവിച്ച നിങ്ങളുടെ പേരക്കുട്ടി. ആ സമയത്ത് വല്ലാതെ അങ്ങ് ഒരു ഷോക്കായി പോകുന്നുണ്ട്. ബാലചന്ദ്രൻ്റെയും അലീനയുടെയും മുഖത്ത് മാറി മാറി നോക്കുകയാണ് സൗദാമിനി അമ്മ. നീ എന്താ ബാലചന്ദ്ര പറയുന്നത്? എൻ്റെ മകൾ പ്രസവിച്ചതാണെന്നോ? എൻ്റെ മകൾ പ്രസവിച്ചതോ? അത് നിൻ്റെ മക്കളെയല്ലേ എൻ്റെ മകൾ പ്രസവിച്ചത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ, ആ കുഞ്ഞാണെന്നാണ് പറഞ്ഞത്. അത് മരിച്ചു പോയെന്നാണല്ലോ കുഞ്ഞിരാമൻ നായർ പറഞ്ഞിരുന്നത്. അത് വൈജയും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അവള് മരിച്ചിട്ടില്ല, ദാ നിങ്ങളുടെ കൺമുൻപിൽ തന്നെ നിൽപ്പുണ്ട്. ഇത് തന്നെയാണ് നിങ്ങളുടെ പേരക്കുട്ടി അലീന, നിങ്ങളുടെ മകൾ വൈജയ്ക്ക് മറ്റൊരു പുരുഷനിലുണ്ടായ ആ കുട്ടി. പക്ഷേ ഞാൻ അവളെ എൻ്റെ മകളായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ പലതവണ ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആഗ്രയിലും നിങ്ങളുടെ മകനെ തേടി നീലഗിരിയിലേക്കും പോയിരുന്നു. അന്ന് ഞാൻ ഈ സത്യം അറിഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ?
ഞാൻ അലീനയ്ക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ രേവതിക്കുട്ടിയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് രേവതിക്കുട്ടിയുടെ വായിൽ നിന്നുമാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ റെക്കോർഡിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ സത്യങ്ങൾ മനസ്സിലാക്കിയത്. ഇനി രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആഗ്രയിലേക്കും നീലഗിരിയിലേക്കും നിങ്ങളുടെ മകൻ്റെ അടുത്തേക്കും പോയിരുന്നു. നിങ്ങളുടെ മകൻ അന്ന് എന്നോട് ആ സത്യം വെളിപ്പെടുത്തി. നിന്റെ ഭാര്യ വൈജയന്തി കല്യാണത്തിന് മുമ്പ് മറ്റൊരു പുരുഷനിൽ ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് ഉള്ള കാര്യം. ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് തന്നെയായിരുന്നു ഗംഗാധര മേനോനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കൺമുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ പേരക്കുട്ടി തന്നെയാണ്. അവസാനം ഗംഗാധര മേനോനും നിങ്ങളുടെ ബാക്കി 3 മക്കളും ഈ സത്യം തിരിച്ചറിഞ്ഞു. അലീന സ്വന്തം സഹോദരിയുടെ മകളാണെന്നുള്ളത്. അവരിപ്പോൾ രിച്ചു. പക്ഷേ നിങ്ങളുടെ മകൾ മാത്രം ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അവളെ ഞാൻ അറിയിക്കും. അവൾ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അറിയിക്കും. അന്ന് അവൾ വല്ലാതെ അങ്ങ് സങ്കടപ്പെടും. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ. അപ്പോൾ സൗദാമിനി അമ്മ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടി ഞാൻ ഈ കേൾക്കുന്നത്? എൻ്റെ വൈജയുടെ മോളാണോ നീ? എൻ്റെ പേരക്കുട്ടിയാണോ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി, ഈ കാര്യങ്ങൾ എനിക്കും രേവതിക്കുട്ടിക്കും ബ്രിജിത മാമിനും മാത്രം അറിയാമായിരുന്നു. ബ്രിജിതാമ്മ അതുകൊണ്ട് തന്നെയാണ് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ സ്വന്തം വീടുകളിലേക്ക് എത്തിച്ചത്. ഇവിടെ മുത്തശ്ശിയെ നോക്കാനെന്നുള്ള പേരിൽ എന്നെ എത്തിച്ചതും അതിനുവേണ്ടി തന്നെയാണ്. പക്ഷേ ഞാൻ ആരോടും ഒരു കാര്യവും പറയാതെ മുത്തശ്ശിയെയും നോക്കി ഇവിടെ ജീവിക്കുമായിരുന്നു. അതിനിടയിലാണ് അച്ഛൻ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത്. അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്നും പോവാൻ നിന്ന സമയത്താണ് അച്ഛൻ എന്നോട് ആ സത്യം തുറന്നു പറഞ്ഞത്. ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛൻ എന്നെ ദേഷ്യപ്പെടുമെന്നും എന്നെ കൊല്ലുക വരെ ചെയ്യുമെന്നാണ്. പക്ഷേ എൻ്റെ സ്വന്തം അച്ഛൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അച്ഛൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു മകൾക്കും കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം അച്ഛൻ എനിക്ക് തരുന്നുണ്ട്. പിന്നെ അച്ഛൻ അറിഞ്ഞ കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ മുത്തശ്ശി, എനിക്കിനി ഇവിടെ നിന്ന് പോകാനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ കൃഷ്ണമോളും എന്നെ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പറഞ്ഞു വിട്ടില്ല. കൃഷ്ണമോൾക്കും അറിയാം ഞാൻ അവളുടെ ചേച്ചിയാണ് എന്ന്. അവളുടെ സ്വന്തം ചേച്ചി, അവളുടെ അമ്മ പ്രസവിച്ച അവളുടെ സ്വന്തം കൂടപ്പിറപ്പ് എന്ന്. അതുകൊണ്ട് കൃഷ്ണമോളും എന്നെ ഒരിടത്തേക്കും വിട്ടില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ കൃഷ്ണമോൾക്കും എനിക്കും അറിയാം ഈ ഒരു സത്യം. പിന്നെ അവിടെ മനുവിനും ബാക്കി നിങ്ങളുടെ 3 മക്കൾക്കും അറിയാം ഈ ഒരു സത്യം. പക്ഷേ അറിയേണ്ടവൾ അറിഞ്ഞില്ല. ഇതെല്ലാം കേട്ടതിന് ശേഷം സൗദാമിനി അമ്മ അലീനയോട് പറയുന്നുണ്ട്, അയ്യോ, നീ എൻ്റെ പേരക്കുട്ടിയായിരുന്നോ മോളെ? എൻ്റെ വൈജയുടെ സ്വന്തം കുഞ്ഞായിരുന്നോ? നിന്നെയാണല്ലോ ഞാൻ ഒരു നിമിഷത്തേക്കെങ്കിലും സംശയിച്ചത്. ബാലചന്ദ്രനും നീയും തമ്മിൽ എന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് വൈജയന്തി പറഞ്ഞതിനെ തുടർന്ന് ഞാനും അത് കുറച്ചെങ്കിലുമൊക്കെ വിശ്വസിച്ചിരുന്നു. ബാലചന്ദ്രൻ നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു. വൈജയന്തി പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ എൻ്റെ മോളെ, എന്നോട് ക്ഷമിക്കൂ, ഈ മുത്തശ്ശിയോട് നീ ക്ഷമിക്കൂ മോളെ എന്ന്. ആ സമയത്ത് ബാലചന്ദ്രൻ സൗദാമിനി അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങളോട് ക്ഷമിക്കാനോ? നിങ്ങളോട് ആര് ക്ഷമിക്കും? എന്നെപ്പോലൊരു പാവത്തിനെ ഇത്രയും വിഡ്ഢിയാക്കിയതിനും 23 വർഷങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയെപ്പോലെ ഞാനിവിടെ സ്നേഹിച്ച് നിങ്ങളെ നോക്കിയതിന് നിങ്ങൾ തന്ന സമ്മാനം അത്രയധികം വളരെ വലുതായിരുന്നു. നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്നു. പണ്ട് നിങ്ങളുടെ മകളെ സ്നേഹിച്ചതിന് ശേഷം അവളെ തന്നെ എൻ്റെ ഭാര്യയായിട്ട് കിട്ടണമെന്ന് വിചാരിച്ച് അത്രയധികം കഷ്ടപ്പെട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് നിങ്ങളെ മകളെ ഞാൻ കല്യാണം കഴിച്ചു. 22 വർഷങ്ങൾ ഞാൻ അവളെ പൊന്നുപോലെ നോക്കി. പക്ഷെ ഒരു ഭാര്യയിൽ നിന്നും കിട്ടാവുന്ന സ്നേഹമൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോഴും ഞാൻ അവളെ വെറുത്തില്ല. പോട്ടെ, അവൾ തലയുറപ്പോടെ തന്നെ ജീവിക്കട്ടെ എന്ന് ഞാൻ കരുതി. പക്ഷേ അവൾ ഇത്രയും ചതി ഉള്ളിലൊതുക്കി എന്നെ ഇത്രയും നാളും പറ്റിച്ച് എൻ്റെ 3 മക്കളെ അവൾ പ്രസവിച്ചിട്ട് ഇത്രയും വലിയൊരു ചതിയാണല്ലോ അവൾ എന്നോട് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പം നിങ്ങളോടുകൂടിയാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. നിങ്ങൾ ഒരമ്മയാണോ? ഇങ്ങനെ ഒരു മകനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവനോട് ഈ ക്രൂരത ചെയ്യുമായിരുന്നോ? ഇല്ല, ഈ ബാലചന്ദ്രൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങളും നിങ്ങളുടെ 3 മക്കളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകളും കൂടെ ഈ പാവപ്പെട്ടവനോട് ചെയ്തതിന് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ റൂമിൽ നിന്നും വെളിയിലിറങ്ങി പോവുകയാണ്. ആ സമയത്ത് സൗദാമിനിയമ്മ അലീനയെ അടുത്ത് പിടിച്ചിരുത്തി ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ, ഞാനതറിയാതെ പോയി. ഇത്രയും നാളും നീ എൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതെൻ്റെ ചോരയാണ്, എൻ്റെ മോളുടെ മകളാണ് എന്നുള്ള കാര്യം. ഈ മുത്തശ്ശിയോട് ക്ഷമിക്കണോ എന്ന്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.